നമസ്കാരം STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗവർണർമാരെ BJP രാഷ്ട്രീയ ചട്ടുകമായി ഉപയോഗിക്കുകയാണെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. തമിഴ്നാട് ഗവർണറുടെ നടപടികൾക്കെതിരായ സുപ്രീം കോടതി വിധി ജനാധിപത്യത്തിന്റെ വിജയം. കേരളത്തിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കടന്നാക്രമണം നടത്തി. കാവ്യവൽക്കരണം നടപ്പാക്കാനായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ശ്രമമെന്നും മന്ത്രി. പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാത്തവരെ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുമെന്ന AICC തീരുമാനം സ്വാഗതാർഹമെന്ന് കെ മുരളീധരൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കൂടുതൽ അധികാരവും ചുമതലകളും നൽകുന്നതും ഗുണകരം. സംസ്ഥാനത്തെ LDF തകർച്ചയിലേക്കെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF 1/4 ലക്ഷം വോട്ടിന് വിജയിക്കുമെന്നും കെ മുരളീധരൻ. വ്യാപാരി നേതാവ് ബാബു കോട്ടയലിന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെ CITU ഷൊർണൂർ DYSPക്ക് പരാതി നൽകി. ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് CITU നേതാക്കൾ. പി മാവിൻകുട്ടി MLA കുളപ്പള്ളിയിലെ CITU സമരപന്തൽ സന്ദർശിച്ചു. തൊഴിലുടമയുടെ ധിക്കാരം അംഗീകരിക്കാനാകില്ലെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും MLA. NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ യോജിച്ച പോരാട്ടം അനിവാര്യമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. തൊഴിലുറപ്പ് പ്രവൃത്തികൾ നഗര ഗ്രാമീണ വികസനത്തിന് ഉതകുന്നവ ആകണമെന്നും സുരേഷ് രാജ്. ദേശമംഗലത്ത് വാക്കുതർക്കത്തെ തുടർന്ന് കത്തിക്കുത്തിൽ അച്ഛനും മകനും പരിക്കേറ്റു. കുത്തേറ്റത് ദേശമംഗലം പുത്തൻ പീടികയിൽ ഷിഹാബിനും മകൻ ഷമീമിനും. ഷൊർണൂരിൽ MDMAയുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. വാർത്തകൾ വിശദമായി. ഗവർണർമാരെ BJP രാഷ്ട്രീയ ചട്ടുകമായി ഉപയോഗിക്കുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു. കേരളത്തിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടത്തിയത് വലിയ കടന്നാക്രമണമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കാവ്യവൽക്കരണം നടപ്പാക്കാനായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ശ്രമം. കേരള നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഗവർണർ തടഞ്ഞുവെച്ചു. തമിഴ്നാട് ഗവർണറുടെ നടപടികൾക്കെതിരായ സുപ്രീം കോടതി വിധി ജനാധിപത്യത്തിന്റെ വിജയമാണെന്നും മന്ത്രി പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകളുടെ ഭാഗമായി വിവിധ സംസ്ഥാനങ്ങളിൽ നിയോഗിക്കപ്പെടുന്ന ഗവർണർമാരെ രാഷ്ട്രീയ ചട്ടുകങ്ങളായി ഉപയോഗിക്കുന്ന രീതിയാണ് കുറെ കാലമായിട്ട് തുടരുന്നത്. സംസ്ഥാന നിയമസഭകൾ ജനാധിപത്യപരമായ നിലയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സഭ ഏകാഭിപ്രായത്തിൽ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പുവയ്ക്കാതെ പിടിച്ചുവെക്കുകയും 1 വർഷത്തിലേറെ കാലം പോലും പിടിച്ചുവെച്ചതിന് ശേഷം അത് രാഷ്ട്രപതിക്ക് അയച്ച് വീണ്ടും കാലതാമസം വരുത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രവണതയാണ് പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാൻ സാധിച്ചത്. കേരളത്തിൽ നേരത്തെ ഗവർണറായിരുന്ന ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ വലിയ നിലയിലുള്ള കടന്നാക്രമണമാണ് യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ തമിഴ്നാട് ഗവർണറുടെ ഏതാണ്ട് സമാനമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുപ്രീം കോടതി വളരെ കൃത്യതയോടുകൂടി ഒരു വിധി പ്രസ്താവം നടത്തിയിരിക്കുന്നു എന്നുള്ളത് കേരളത്തിനും ആശ്വാസം പകരുന്ന ഒരു കാര്യമാണ്. നമ്മളും സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാത്തവരെ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുമെന്ന AICC തീരുമാനം സ്വാഗതാർഹമെന്ന് KPCC മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ. ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനും LDFനും ഏറെ നാൾ മുന്നോട്ടു പോകാനാകില്ലെന്നും മുരളീധരൻ പാലക്കാട്ട് പറഞ്ഞു. എല്ലാ തീരുമാനങ്ങളും വളരെ സ്വാഗതാർഹമാണ്. ഒന്ന്, ഈ പ്രവർത്തിക്കാത്തവർക്ക് അവരെ നീക്കം ചെയ്യുന്നുള്ള തീരുമാനം അത് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പാർട്ടി പദവികൾ അലങ്കാരമായി വയ്ക്കുന്നവർക്കുള്ള ശക്തമായിട്ടുള്ള താക്കീതാണ് ആ തീരുമാനം. അതുകൊണ്ട് ഈ പുരാണത്തിൽ അധ്വാനിച്ചിട്ട് പ്രതിഫലം കിട്ടാതെ പോയ പുരാണത്തിലെ ഒരു ദൈവം എന്ന് പറയുന്നത് സുബ്രഹ്മണ്യൻ. 3 ലോകം ചുറ്റി വന്നെങ്കിലും അത് ഉദ്ദേശിച്ച് കിട്ടിയില്ല. ഗണപതി ശൈലിക്കാണ് ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പാർട്ടി ചെയ്യുന്നത്. അത് മാറ്റി സുബ്രഹ്മണ്യൻ്റെ ശൈലിയിലേക്ക് പോവുക. അതാണ് AICCയുടെ തീരുമാനം. അത് വളരെയധികം സ്വാഗതാർഹം. ഇടതു സർക്കാർ കേരളത്തെ വർഗീയതയിലും മദ്യത്തിലും മുക്കി കൊല്ലുകയാണെന്ന് കെ മുരളീധരൻ ആരോപിച്ചു.
ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് സർക്കാരിനും LDFനും ഏറെക്കാലം മുന്നോട്ട് പോകാനാകില്ല. ഇതാണ് ഞങ്ങൾ ആദ്യം പറഞ്ഞത്. സർക്കാർ വിചാരിച്ചാൽ ഈ ലഹരിയൊക്കെ കുറേ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. എക്സൈസിനെയും പോലീസിനെയും ഒക്കെ നോക്കൂത്തിയായിക്കൊണ്ട് ലഹരി മാഫിയെ കയറൂരി വിട്ടു. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് മദ്യത്തിന് ഇന്ന് കൊടുക്കുന്ന പ്രാധാന്യം. ഇപ്പം മദ്യത്തിന് ഈ ഏപ്രിൽ 1-ാം തീയതി പോലും അവധിയില്ല. കുടിക്കേണ്ടവർക്ക് ഇഷ്ടം പോലെ കുടിക്കാമെന്നാണ് സർക്കാർ നയം. എന്നിട്ട് മദ്യം കുടിക്കില്ല, അത് മന്ത്രിമാർ പ്രതിജ്ഞ ചൊല്ലി കൊടുക്കുക, ആളുകളെ കൊണ്ട് കുടിപ്പിക്കുക. അതാണ് സർക്കാരിൻ്റെ നയം എന്ന് പറയുന്നത്. വർഗീയത രാഷ്ട്രീയ മുതലെടുപ്പിനായി ഉപയോഗിക്കുന്നത് കേരളത്തിൽ നടക്കില്ല. സംസ്ഥാന ഭരണത്തിൽ നടക്കുന്നത് അരാജകത്വമാണ്. ഓരോ കോൺഗ്രസ് പ്രവർത്തകനും സ്വന്തം കർത്തവ്യം നിറവേറ്റണമെന്ന് മുരളീധരൻ പറഞ്ഞു. DCCകൾക്ക് കൂടുതൽ ചുമതലയും സ്വാതന്ത്ര്യവും നൽകുന്നതും സ്വാഗതാർഹമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി 1/4 ലക്ഷത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. സ്ഥാനാർത്ഥി മലപ്പുറത്ത് നിന്ന് തന്നെയാകുമെന്നും സ്ഥാനാർത്ഥിത്വത്തിലേക്ക് തന്റെ പേര് വലിച്ചിഴക്കേണ്ടതില്ലെന്നും മുരളീധരൻ പറഞ്ഞു. PV അൻവറിന്റെ പിന്തുണ UDFന് ഗുണകരമാണ്. കേരളത്തിൽ KPCC തലത്തിൽ നേതൃമാറ്റമുണ്ടാവുമെന്നും നിലവിൽ തീരുമാനമായിട്ടില്ലെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയലിന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെ CITU ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. ഷൊർണൂർ DYSPക്കാണ് പരാതി കൈമാറിയത്. രാവിലെ P. മമ്മിക്കുട്ടി MLA കുളപ്പുള്ളിയിലെ CITU സമരപ്പന്തൽ സന്ദർശിച്ചു. സമരവുമായി CITU മുന്നോട്ടു പോകുമെന്ന് MLA പറഞ്ഞു. ഇന്നലെ രാവിലെ കുളപ്പുള്ളിയിൽ നടന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ധർണയിലാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ CITU നേതാക്കളുടെ കയ്യും കാലും വെട്ടി നടുറോട്ടിൽ തള്ളുമെന്ന് വിവാദ പ്രസംഗം നടത്തിയത്. ഇതിനെതിരെയാണ് പരാതിയുമായി CITU രംഗത്തെത്തിയത്. ചുമട്ടുതൊഴിലാളികളുടെ അവകാശത്തിനു വേണ്ടിയാണ് അവർ സമരം ചെയ്തതെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും CITU നേതാക്കൾ പറഞ്ഞു. CITU നേതാക്കൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് P. മമ്മിക്കുട്ടി MLA രാവിലെ 11 മണിക്ക് കുളപ്പുള്ളിയിലെ സമരപ്പന്തൽ സന്ദർശിച്ചു. സമരത്തിന്റെ സ്വഭാവം അനുസരിച്ചാണ് രീതികൾ മാറുന്നത്. തൊഴിലാളികൾക്ക് ജോലി നൽകില്ല എന്ന വാശിയുടെ പുറത്താണ് ഇവിടെ തൊഴിലുടമ സംസാരിക്കുന്നത്. ഇത് ശരിയായ രീതിയല്ലെന്നും സമരവുമായി CITU മുന്നോട്ടു പോകുമെന്നും MLA വ്യക്തമാക്കി. ആ സമരത്തിൻ്റെ രൂപവും ഭാവമൊക്കെ എന്തായിരിക്കണമെന്ന് ഈ സമരത്തിന് ആധാരമായ വിഷയം ഉണ്ടാക്കിയ ആളാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ രൂപം ഭാവം എങ്ങനെ ആവണം, എങ്ങനെ മാറ്റണം എന്നൊക്കെ തീരുമാനിക്കുന്ന അവർ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഏതായാലും ഈ കടുംപിടുത്തപരമായ നിലപാട് സ്വീകരിച്ച് അവകാശം അംഗീകരിച്ചു തരുന്നില്ല എന്ന ആ സമീപനം സ്വീകരിക്കുന്ന ഉടമയുടെ ഈ നിലപാടിനെതിരായിട്ട് ശക്തമായ പ്രക്ഷോഭമായിട്ട് പോകാനുള്ള യൂണിയൻ്റെ സംഘടനാപരമായ തീരുമാനമായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം. കുളപ്പുള്ളിയിലെ പ്രകാശ് സ്റ്റീൽസ് ആൻഡ് സിമൻസ് സ്ഥാപനത്തിനു മുന്നിൽ CITUവിൻ്റെ കുടിൽകെട്ടി സമരം 23 ദിവസം പിന്നിടുകയാണ്. CPM കുളപ്പുള്ളി ലോക്കൽ സെക്രട്ടറി N. ജയപാൽ, ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി അംഗം സുരേന്ദ്രൻ, ചുമട്ടുതൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ, കുളപ്പുള്ളി LC അംഗം സതീഷ് ബാബു, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM ലക്ഷ്മണൻ തുടങ്ങിയവർ MLAക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ദേശമംഗലത്തെ വാക്കുതർക്കത്തെ തുടർന്ന് കത്തിക്കുത്തിൽ പിതാവിനും മകനും പരിക്കേറ്റു. ദേശമംഗലം കനാലിനു സമീപം കോഴിക്കട നടത്തുന്ന ദേശമംഗലം പുത്തൻ പീടികയിൽ 41 വയസ്സുള്ള ഷിഹാബിനും 18 വയസ്സുള്ള മകൻ ഷമീം എന്നിവർക്കാണ് കയ്യിലും നെഞ്ചിലും വെട്ടേറ്റത്. ബുധനാഴ്ച വൈകിട്ട് 5:30 തലശ്ശേരി സ്വദേശിയായ ഷമീർ കോഴിക്കടയിലെത്തി ഷിഹാബുമായി വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. തർക്കത്തിൽ കോഴിക്കടയിലുണ്ടായിരുന്ന കത്തികൊണ്ട് ഷിഹാബിനെ വെട്ടാൻ ശ്രമിച്ചപ്പോൾ മകൻ ഷമീർ തടുക്കുകയും ഇതിനെ തുടർന്നാണ് രണ്ടുപേർക്കും പരിക്കുപറ്റിയത്. കയ്യിലും നെഞ്ചിന്റെ ഭാഗത്തുമായിട്ടാണ് പരിക്കേറ്റത്. നാട്ടുകാർ ചേർന്ന് ഇവരെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചെറുതുരുത്തി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. മെയ് 6-7 തീയതികളിൽ പാലക്കാട്ടാണ് സമ്മേളനം. സംഘാടക സമിതി രൂപീകരണ യോഗം CPI ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. താഴെത്തട്ടിൽ സാമ്പത്തിക സാമൂഹ്യ നീതി ഉറപ്പാക്കാൻ കഴിയുന്ന തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് KP സുരേഷ് രാജ് ആരോപിച്ചു. തൊഴിൽ ദിനവും വേതനവും പരിഷ്കരിക്കണം. തൊഴിലുറപ്പ് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ ഗ്രാമീണ വികസനത്തിനായി പ്രയോജനപ്പെടുത്തണം. പദ്ധതി അട്ടിമറിക്കെതിരെ പോരാട്ടം അനിവാര്യമാണെന്നും സുരേഷ് രാജ് പറഞ്ഞു.
ഇടതുപക്ഷ പാർട്ടികളുടെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായി ഈ പദ്ധതി നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്നത്. ആ പദ്ധതി നിലവിൽ വന്നതിന് ശേഷം വലിയ തോതിലുള്ള മാറ്റങ്ങളാണ് നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ ഉണ്ടായത്. കേരളത്തിൽ ആ പദ്ധതി നടപ്പിലാക്കിയപ്പോൾ ആദ്യം തെരഞ്ഞെടുത്ത ജില്ല പാലക്കാടാണ്. പാലക്കാടും വയനാടുമാണ് കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജില്ല. അതിനുശേഷം പിന്നെ 14 ജില്ലകളിലേക്കും അത് വ്യാപിച്ചു. നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടായിട്ടുള്ള വലിയ പുരോഗതിക്ക് ചെറിയൊരു അടിസ്ഥാനം ഈ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രവർത്തനമാണ്. AITUC ജില്ലാ പ്രസിഡന്റ് പി ശിവദാസൻ അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അനിമോൻ, AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിജയൻ കുനിശ്ശേരി, മല്ലിക, സെക്രട്ടറി KC ജയപാലൻ, ജില്ലാ സെക്രട്ടറി മുരളീധരൻ നായർ, ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് S വേണുഗോപാൽ, ചിന്നക്കുട്ടൻ, സീന ബോസ്, വി രാജൻ, പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഗായത്രി പുഴയിൽ അകപ്പെട്ട വയോധികയ്ക്ക് യുവാക്കൾ തുണയായി. 71 വയസ്സുള്ള വടക്കഞ്ചേരി കണ്ണമ്പാറ തച്ചങ്കോട് വീട്ടിൽ മണിയമ്മയെ സാഹസികമായാണ് യുവാക്കൾ രക്ഷപ്പെടുത്തിയത്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം. പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പാറ തച്ചങ്കോട് വീട്ടിൽ 71 വയസ്സുള്ള മണിയമ്മയാണ് പുഴയിലെ ഒഴുക്കിൽപ്പെട്ടത്. വിവരമറിഞ്ഞെത്തിയ പഴയന്നൂർ വടക്കേത്തറ ഓട്ടോ സ്റ്റാൻഡിലെ ഡ്രൈവർ ജിതിനും കൂട്ടുകാരും ചേർന്നാണ് പുഴയിലിറങ്ങി സാഹസികമായി വയോധികയെ രക്ഷപ്പെടുത്തിയത്. പുഴയിൽ നിന്ന് കരക്കെത്തിച്ച ഇവരെ ഉടൻ തന്നെ വടക്കേത്തറ ആശുപത്രിയിൽ എത്തിച്ചു. പഴയന്നൂർ പോലീസും വിവരമറിഞ്ഞ് സ്ഥലത്തെത്തി. ഞാൻ വീട്ടിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അനിയൻ ബസ്സിൽ ഡ്രൈവറാണ്, കാരമൽ ബസ്സിൽ. അപ്പോൾ അവൻ വിളിച്ചിട്ട് പറഞ്ഞപ്പോൾ ചീരപ്പുഴ പാലത്തിൻ്റെ അടിയിൽ ഒരു അച്ഛമ്മ വെള്ളത്തിൽ പെട്ടിട്ടുണ്ട്, ഒന്ന് പോകണമെന്ന് പറയുകയായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ കൂട്ടുകാരെല്ലാവരും കൂട്ടി നേരെ ചീരപ്പുഴ പാലത്തിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ എല്ലാവരും മൊബൈലിൽ വീഡിയോ എടുത്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ചീരക്കുഴി പാലത്തിനോട് ഓട്ടോറിക്ഷ ഇട്ടിട്ട് ഞാൻ വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു. നേരെ ചീരക്കുഴി പഴയ പാലത്തിൻ്റെ അപ്പുറത്ത് ഓഫീസ് കമ്പനി ഉണ്ടായിരുന്നു. അതിനെ പോയി പുഴയിൽ ചാടിയപ്പോൾ അച്ഛമ്മ ഒഴുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങനെ കയറ്റി നമ്മുടെ ഓട്ടോറിക്ഷ വടക്കേത്തറ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നു. അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് സാറന്മാരൊക്കെ വന്നു. വടക്കാഞ്ചേരിയാണ് അവരുടെ വീട്. അപ്പോൾ നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ഷൊർണൂർ പഴയ കൊച്ചി പാലത്തിന് സമീപം 90 ഗ്രാം MDMA-യുമായി 2 പേർ പിടിയിൽ. ഇവർക്ക് MDMA കൈമാറുന്നവരെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും വൈകാതെ ഇവരെ കൂടി പിടികൂടുമെന്നും ഷൊർണൂർ പോലീസ് അറിയിച്ചു. ഒറ്റപ്പാലം വരോട് വട്ടംകണ്ടത്ത് വീട്ടിൽ നജീം എന്ന കുഞ്ഞിപ്പ 28 വയസ്സ്, ആറങ്ങോട്ടുകര കോഴിക്കാട്ടിൽ വീട്ടിൽ ഷമീർ എന്ന ബാബു 41 വയസ്സ് എന്നിവരാണ് 90 ഗ്രാം MDMA-യുമായി അറസ്റ്റിലായത്. കൊച്ചി പാലത്തിന് സമീപം സംശയാസ്പദമായ രീതിയിൽ 2 ബൈക്കുകളിലായി കണ്ടെത്തിയ യുവാക്കളെ പോലീസ് പരിശോധിച്ചപ്പോഴാണ് 90 ഗ്രാം MDMA കണ്ടെടുത്തത്. ഇരുവരും വിൽപ്പന നടത്തുന്നതിനായി എത്തിയതാണെന്ന് പോലീസ് പറഞ്ഞു. ഇവർക്ക് MDMA കൈമാറുന്നവരെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും വൈകാതെ അവരെ കൂടി പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു. ഇൻസ്പെക്ടർ വി രവികുമാറിൻ്റെ നിർദ്ദേശപ്രകാരം SI KA ഡേവി, സേതുമാധവൻ, ASI ജയശ്രീ, റഷീദ്, സുനിൽ, സിവിൽ പോലീസ് ഓഫീസർ സന്തോഷ്, മനോജ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ ക്ലാസ് പാഞ്ഞാൾ പഞ്ചായത്തിലെ കിളിമംഗലം സെന്റ് ആന്റണീസ് പള്ളിയിൽ തുടങ്ങി. ദൈവദർശൻ 2025 എന്ന പേരിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പ് ഇടവക വികാരി ഫാദർ ഷിൻഡോ മറോക്കി ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ജോമി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജെയിൻ ജോസ് കൈതക്കുളങ്ങര, ബ്രദർ ഷെറിൻ, ബ്രദർ നിതിൻ, ഷിജൻ മാത്യു എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ പ്രതിരോധ കുടുംബ മതിൽ തീർക്കുമെന്ന് മണ്ണാർക്കാട് ഓർഗനൈസേഷൻ ഫോർ വിജിലൻസ് ആൻഡ് എറാഡിക്കേഷൻ ഓഫ് ഡ്രഗ്സ്. നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെയായിരിക്കും പ്രതിരോധ മതിലെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മണ്ണാർക്കാട് പ്രദേശത്ത് ലഹരി വിൽപ്പനയും ഉപയോഗവും പൂർണ്ണമായി തടയാനുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം ലഹരിമുക്തി ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അമ്മയാണ് നന്മ, തിന്മയാണ് ലഹരിയെന്ന സന്ദേശമുയർത്തിയാണ് സംഘടന പ്രവർത്തിക്കുന്നത്.
സംഘടനയുടെ പ്രവർത്തനം മൂലം ലഹരി വരവും വിൽപ്പനയും ഒരു പരിധിവരെ തടയാൻ കഴിഞ്ഞിട്ടുണ്ട്. ലഹരിയോട് ഓരോ കുടുംബവും നോ പറയാൻ പ്രേരിപ്പിക്കുന്ന പ്രതിരോധ മതിലിൽ മണ്ണാർക്കാട് പ്രദേശത്തെ മുഴുവൻ കുടുംബങ്ങളും കണ്ണിചേരും. വ്യാപാരികൾ, യുവാക്കൾ, സാമുദായിക സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ തുടങ്ങി മുഴുവൻ വിഭാഗങ്ങളും ഭരണ സംവിധാനങ്ങളും പ്രതിരോധ മതിലിന്റെ ഭാഗമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബന്ധപ്പെട്ട അധികാരികൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ രാസലഹരിയുടെ വിതരണം ഒരുവിധം തടയാൻ സാധിച്ചിട്ടുണ്ട് എന്ന ഒരു ആത്മവിശ്വാസത്തിലാണ് ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ജനങ്ങളുടെ ഇടയിലേക്ക്, അത് ജനങ്ങളുടെ സഹകരണത്തോടു കൂടി ജനങ്ങളെയും കുടുംബാംഗങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട്, ഇവിടെ മൂവിന്റെ ജനറൽ കൺവീനർ സൂചിപ്പിച്ചതുപോലെ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് ഏത് സമയത്ത് നമ്മുടെ വീട്ടുപടിക്കലേക്ക് ഇത് കയറി വരുമെന്ന ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഈ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശനിയാഴ്ച നടക്കുന്ന ഈ ജനറൽ കൺവീനർ എം പുരുഷോത്തമൻ, ചെയർമാൻ ഡോക്ടർ കെ എ കാമപ്പ, ഷഫീഖ് റഹ്മാൻ, രമേഷ് പൂർണിമ, കൃഷ്ണദാസ് കൃപ, ഫിറോസ് ബാബു, പ്രശോഭ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വനിതാ ശിശുവികസന വകുപ്പിന് കീഴിൽ ICDS ഒറ്റപ്പാലം അഡീഷണൽ ഷൊർണൂരിൽ നടപ്പാക്കുന്ന അംഗൻവാടി കം ക്രഷ് പി മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭാ പരിധിയിലെ പ്രഥമ അംഗൻവാടി കം ക്രഷാണ് ബുധനാഴ്ച പ്രവർത്തനം ആരംഭിച്ചത്. ഷൊർണൂർ ലക്ഷ്മീട് കോളനി അംഗൻവാടിയിലാണ് കം ക്രഷിന് തുടക്കം കുറിച്ചത്. രാവിലെ 7:30 മുതൽ വൈകിട്ട് 7 മണി വരെ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരുടെ 6 മാസം മുതൽ 3 വയസ്സുവരെ പ്രായമുള്ള കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ അംഗൻവാടി വർക്കറും ഹെൽപ്പറും ഉണ്ടാകുമെന്ന പ്രത്യേകതയുണ്ട്. അവരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുന്നതിന് വേണ്ടിയാണ് ഈ ക്രഷ് സംവിധാനം ഏർപ്പെടുത്തിയത്. അതിന്റെ ഭാഗമായി ഷൊർണൂർ മുനിസിപ്പാലിറ്റിയിലെ ആദ്യത്തെ ക്രഷിന്റെ ഉദ്ഘാടനമാണ് ഈ 74ാമത് അംഗനവാടിയിൽ വെച്ച് നിർവഹിക്കാൻ തീരുമാനിച്ചു. വാർഡ് 25 അത് മെമ്പർ കൃഷ്ണകുമാറും. നമ്മളിപ്പോ 6 മാസം മുതൽ 3 വയസ്സ് വരെ കഴിഞ്ഞാൽ പിന്നെ അംഗനവാടിയിലെ കുട്ടികൾക്ക് തുടരാനാണ്. അപ്പൊ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ, മാനസികപരമായ കാര്യങ്ങൾ, ശാരീരികമായുള്ള കാര്യങ്ങളെല്ലാം സംരക്ഷിച്ചുകൊണ്ട് അവരെ ഭാവി പൗരന്മാരും പൗരികളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിന്റെ ഭാഗമാണ് തുടങ്ങുന്നത്. അംഗനവാടികൾ നമുക്ക് നേരത്തെ തന്നെ നമ്മൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ മുമ്പ് ബാലവാടി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ 6 മാസം പ്രായമായ കുട്ടികളെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് സംരക്ഷിക്കുന്ന നടപടിയാണ് ഈ പദ്ധതിയിലൂടെ ആരംഭിച്ചത്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P ജിഷ, കൗൺസിലർ T ലത എന്നിവർ സംസാരിച്ചു. CDPO PM ശ്രീജ സ്വാഗതവും അംഗൻവാടി വർക്കർ K സരള നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും വിസ്തൃത പൊതുകുളമായ അയ്യംകുളത്തിന്റെ നവീകരണ പ്രവൃത്തി പുരോഗമിക്കുന്നു. മൈനർ ഇറിഗേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 34 ലക്ഷം രൂപ ചെലവിലാണ് കുളം നവീകരിക്കുന്നത്. 2 മാസം മുൻപ് കുളത്തിലെ വെള്ളം തുറന്നുവിട്ടിരുന്നു. കുളത്തിലെ ചണ്ടിയും ചേറും കോരി വൃത്തിയാക്കൽ, തകർന്ന ബണ്ടുകൾ പുനർനിർമ്മിക്കുക, കടവുകൾ കെട്ടിശരിയാക്കുക, സ്വകാര്യ വ്യക്തികളുടെ വളപ്പിലെ മരങ്ങളും വള്ളിപ്പടർപ്പുകളും വളർന്നത് കുളത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്നവ വെട്ടിമാറ്റുക, കുളിക്കടവിലേക്ക് വഴി ശരിയാക്കുക, കുളക്കരയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കാതിരിക്കാൻ ചുറ്റും വൃത്തിയാക്കൽ എന്നീ പ്രവൃത്തികളാണ് നടത്തുന്നത്. കുളത്തിലെ വെള്ളം അടിച്ചുപറ്റിക്കുന്നതിന് പമ്പിംഗ് നടത്തുന്നുണ്ട്. മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചേറ് കോരി ലോറിയിൽ കയറ്റി മറ്റൊരു ഭാഗത്തേക്ക് കടത്തുന്നുണ്ട്. ചേറ് കോരിക്കഴിഞ്ഞാലേ സൈഡ് കെട്ടുന്നതുൾപ്പെടെയുള്ള പണികൾ നടത്താനാകൂ. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണർമാരെ BJP രാഷ്ട്രീയ ചട്ടുകമായി ഉപയോഗിക്കുകയാണെന്ന് മന്ത്രി ഡോക്ടർ R ബിന്ദു. തമിഴ്നാട് ഗവർണറുടെ നടപടികൾക്കെതിരായ സുപ്രീം കോടതി വിധി ജനാധിപത്യത്തിന്റെ വിജയം. കേരളത്തിൽ മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ കടന്നാക്രമണം നടത്തി. കാവ്യവൽക്കരണം നടപ്പാക്കാനായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ശ്രമമെന്നും മന്ത്രി. പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കാത്തവരെ നേതൃസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുമെന്ന AICC തീരുമാനം സ്വാഗതാർഹമെന്ന് K മുരളീധരൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾക്ക് കൂടുതൽ അധികാരവും ചുമതലകളും നൽകുന്നതും ഗുണകരം. സംസ്ഥാനത്തെ LDF തകർച്ചയിലേക്കെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ
UDF 1/4 ലക്ഷം വോട്ടിന് വിജയിക്കുമെന്നും കെ മുരളീധരൻ. വ്യാപാരി നേതാവ് ബാബു കോട്ടയിലിന്റെ കൊലവിളി പ്രസംഗത്തിനെതിരെ CITU ഷൊർണൂർ DYSPക്ക് പരാതി നൽകി. ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് CITU നേതാക്കൾ. പി മാവിൻകുട്ടി MLA കുളപ്പള്ളിയിലെ CITU സമരപന്തൽ സന്ദർശിച്ചു. തൊഴിലുടമയുടെ ധിക്കാരം അംഗീകരിക്കാനാകില്ലെന്നും സമരവുമായി മുന്നോട്ടു പോകുമെന്നും MLA. NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUC സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര നീക്കത്തിനെതിരെ യോജിച്ച പോരാട്ടം അനിവാര്യമെന്ന് CPI പാലക്കാട് ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്. തൊഴിലുറപ്പ് പ്രവൃത്തികൾ നഗര ഗ്രാമീണ വികസനത്തിന് ഉതകുന്നവ ആകണമെന്നും സുരേഷ് രാജ്. ദേശമംഗലത്ത് വാക്കുതർക്കത്തെ തുടർന്ന് കത്തിക്കുത്തിൽ അച്ഛനും മകനും പരിക്കേറ്റു. കുത്തേറ്റത് ദേശമംഗലം പുത്തൻ പീടികയിൽ ഷിഹാബിനും മകൻ ഷമീമിനും. ഷൊർണൂരിൽ MDMAയുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.